നമ്മുടെ നോമ്പുകൾ സ്വീകരിച്ചു, നമ്മൾ കൊടുത്ത സ്വതക്കകൾ സ്വീകരിച്ചു, അറിയാൻ നമുക്കൊരു മാർഗങ്ങളുമില്ല. അത് തിരിച്ചറിയാനുള്ള ഒന്നുമില്ല. പക്ഷേ ഉലമാക്കൾ ചില അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ നോമ്പുകൾ റമദാൻ മാസത്തിലെ അല്ലെങ്കിൽ ഏതൊരു നന്മ അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ചില അടയാളങ്ങൾ പറഞ്ഞു തന്നതിൽ അതിങ്ങനെയാണ്: ഫമൻ അമില ഹസനതൻ സുമ്മ അത്ബഅഹാ ബിഹസനത്തിൻ കാന ദാലിക അലാമത്തൻ അലാ ഖബൂലിൽ ഹസനത്തിൽ ഊല. ഒരു നന്മക്ക് ശേഷം വീണ്ടും നന്മകൾ ഇങ്ങനെ ജീവിതത്തിലേക്ക് തുടർത്തിക്കൊണ്ടിരിക്കുകയെങ്കിൽ ഒന്നാമത് ചെയ്ത നന്മ സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു അലാമത്താണ്, ഒരു അടയാളമാണ് എന്ന് ഉലമാക്കൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ചേർത്ത് പറയുന്നുണ്ട്: മൻ അമില ഹസനത്തൻ സുമ്മ അത്ബഅഹാ ബിസയ്യിഅത്തിൻ കാന ദാലിക അലാമത്തു റദ്ദിൽ ഹസനത്തി. ഒരു നന്മ ചെയ്തിട്ട് തുടർച്ചയായി സൽക്കർമ്മങ്ങൾ ചെയ്ത് അതിൽ നിന്ന് പിന്നീട് മാറി നിന്നുകൊണ്ട് തിന്മയിലേക്കാണ് പോകുന്നതെങ്കിൽ അവന്റെ ആദ്യം ചെയ്ത നന്മകൾ സ്വീകരിച്ചിട്ടില്ല എന്നതിൻ്റെ അടയാളങ്ങളാണ് എന്നൊക്കെ ഉലമാക്കൾ പറഞ്ഞു വെക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്കാണ് നമ്മൾ ആലോചിക്കേണ്ടത്. റമദാന് കഴിഞ്ഞു, എൻ്റെ നന്മകളും കഴിഞ്ഞുവോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 11 റക്അത്ത് കഴിഞ്ഞ ഒരു മാസക്കാലം 129 ദിവസം നമസ്കരിച്ച നമ്മൾ ഇന്നലെ രാത്രി നമസ്കാരത്തിൽ നിന്ന് വല്ലതും നമസ്കരിച്ചോ എന്ന ചോദ്യത്തിന് പ്രിയപ്പെട്ടവര് എന്തു മറുപടിയുണ്ട്? 11 ഇല്ലെങ്കിൽ ഒരു 9, 5, 7, ഒരു 3 നമസ്കരിക്കാൻ ഇന്നലെ മാസം കണ്ടു എന്നറിഞ്ഞു, തറാവീഹ് പള്ളിയിൽ ഇല്ല എന്നറിഞ്ഞപ്പോ 29 ദിവസവും 11 റക്അത്ത് നിസ്കരിച്ച ഒരാൾ 3 റക്അത്തെങ്കിലും നമസ്കരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്നൊരു ചോദ്യത്തിലുണ്ട് നമ്മുടെ റമദാൻ എവിടെ നിൽക്കുന്നു എന്നത്.